ആറ്റിങ്ങലിൽ വീണ്ടും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പിടികൂടി. ആറ്റിങ്ങൽ ആലംകോട് പട്ടളയിൽ വിനോദ് ഗ്യാസ് ഏജൻസി ഗോഡൌണിലാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 240ഓളം സിലിണ്ടറുകൾ പിടികൂടിയത്. കഴിഞ്ഞ മാസം ഇവിടെ നിന്നും 500-ലധികം അനധികൃത സിലിണ്ടറുകൾ പിടികൂടിയിരുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സിലിണ്ടറുകൾ പിടികൂടിയത്. പരിശോധന മുന്നിൽ കണ്ട് ഗ്യാസ് ഏജൻസിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ സിലിണ്ടറുകൾ ഒളിപ്പിച്ചുവെച്ച നിലയിലായിരുന്നു. ഗോഡൌണിൽ നിന്നും സിലിണ്ടറുകൾ കണ്ടെടുത്ത ശേഷം ഉദ്യോഗസ്ഥർ സമീപ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിലിണ്ടറുകളും കണ്ടെടുത്തു. പിടികൂടിയവയിൽ 5 നിറക്കുറ്റിയും ബാക്കി കാലിക്കുറ്റികളുമായിരുന്നു. HP, ഭാരത്, ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടെ നിന്നും പിടികൂടി. ഗ്യാസ് സിലിണ്ടറുകൾ മാത്രമല്ല, ഇവിടെ അനധികൃതമായി ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃതമായി LPG സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇന്ന് ഈ വിനോദ് ഗ്യാസ് ഏജൻസി എന്നുള്ള സ്ഥാപനവും ഗോഡൌണും പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പരിശോധന സമയത്ത് വിവിധ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ 240ഓളം കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതിൽ കാലിയായിട്ടുള്ള സിലിണ്ടറുമുണ്ട്, 5ഓളം നിറ സിലിണ്ടറുകളുമുണ്ട്. അതുകൂടാതെ സിലിണ്ടർ ടു സിലിണ്ടർ LPG ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന LPG ട്രാൻസ്ഫർ പമ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും തുടർ നടപടി സ്വീകരിക്കുന്നതുമാണ്. അനധികൃതമായി LPG സിലിണ്ടർ ടു സിലിണ്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നത് 1984 എക്സ്പ്ലോസീവ് ആക്ടിന് വിരുദ്ധവും അതോടൊപ്പം തന്നെ 2016 LPG സിലിണ്ടർ റൂൾസിന് വിരുദ്ധവുമാണ്. അതോടൊപ്പം തന്നെ 2000 LPG റെഗുലേറ്റർ ഓർഡർ പ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. തിരുവനന്തപുരം ജില്ലാ സപ്ലൈ ഓഫീസർ AJ മാത്യു, വർക്കല താലൂക്ക് സപ്ലൈ ഓഫീസറും ചിറയൻകീഴ് താലൂക്ക് ചാർജുമുള്ള A ശ്രീലത, വർക്കല താലൂക്ക് അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ രഞ്ജിത്ത് R, ചിറയൻകീഴ് താലൂക്ക് അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ സജീബ് B, ചിറയൻകീഴ് താലൂക്ക് റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ശശികുമാർ, ലത DK, ദീപ ചന്ദ്രൻ, സാഹിദ A, വർക്കല താലൂക്ക് റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ അർച്ചന R പ്രസാദ്, ബിനു TS, തിരുവനന്തപുരം റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ അരുൺ, ദിലീപ് കുമാർ, സജിത്ത് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. നഗരൂർ പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.